ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഡെത്ത് റിയാക്ട് ചെയ്യാം. ചില വേൾഡൊക്കെ 5-8 കൊല്ലമൊക്കെ കളിച്ചിരിക്കുന്ന വേൾഡാണ്. അതിലൊക്കെ ചാവുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. എൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ റിയാക്ഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. എനിവേ ഓക്കെ, അപ്പോൾ വീഡിയോ പോകാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് യൂട്യൂബർ ആരൊക്കെ സോളോ വൈനർ. ഈ സ്പൈഡർ സോണറൊക്കെ കീഴടക്കം ഇത്രയും കഷ്ടപ്പെടുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ നിന്നാ ചാടി ഇങ്ങോട്ട് വീണ? ഇവിടെ നിന്നല്ലേ? മൊത്തം ക്രീപ്പർ നശിപ്പിച്ചോ. പക്ഷെ ഇവന്റെ സീരീസ്, ഇവന്റെ മൈൻക്രാഫ്റ്റിന്റെ സീരീസ് ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര പ്രോ പ്ലെയർ ഒന്നുമല്ല മൈൻക്രാഫ്റ്റിൽ. പക്ഷെ ഇവന്റെ സംസാരവും ഇവന്റെ ഇതൊക്കെ വേറെ ലെവൽ. ഇവരെ ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇവരെ ഒന്നും പാടണ്ട കാണാം. സോളോ വൈനർ നെക്സ്റ്റ്. സ്കെൽറ്റൻ ഓന്റെ വീടിന്റെ കോലം നോക്കാം. ഇത് വെളിയിലുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ അണ്ണാ ഒന്നും ചെയ്യല്ലേ അണ്ണാ? അണ്ണൻ നശിപ്പിക്കുക വേഗം ചെയ്തോ. ഇത് ഞാൻ പറയട്ടെ ഇത് ജാവ സ്കെൽട്ടൺ ഒന്നുകൂടെ. ബെഡ്റോക്ക് സ്കെൽട്ടൺ അങ്ങ് കറക്റ്റ് മൊത്തം എന്തിനാ ഈ മല ഈ ബെഡ്റോക്ക് സ്കെൽട്ടണ്? സത്യം പറഞ്ഞാൽ ബെഡ്റോക്കിൽ ക്രീപ്പറിനെക്കാളും ഡേഞ്ചർ സ്കെൽട്ടണ. ആർമറൊന്നും ഇല്ലേ, തീർന്ന് അത്ര പെട്ടെന്ന് പോകില്ല നമ്മള്. ഇത് ആരാ നോക്കിങ്ങള്? അർജുൻ എം ബി 100 days of hardcore Minecraft. ഇവന്റെ ഒക്കെ 100 days of hardcore Minecraft കണ്ടിട്ട് ഞാൻ എന്റെ സീരീസിന് തുടങ്ങി. ആർമർ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ തിരിച്ച് നെതറി കയറിയപ്പോൾ എനിക്കൊരു ഫോർട്രസ് കിട്ടിയെങ്കിൽ പിന്നെ പെട്ടെന്ന് പ്ലേസ് റോഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പുള്ളി എത്ര ദിവസം കഴിഞ്ഞു? 70-82. ബ്ലേസിനെല്ലാം കൊല്ലാൻ നോക്കിയതാ. പക്ഷെ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഈ ഫൈറ്റിന് വേണ്ടി. ഈ മോബ്സ് ഒക്കെ ഇവരുടെ ബ്ലേസിനെ ഇരിക്കുന്നതുകൊണ്ട് ഇവരെ ഞാൻ തല്ലി കഴിഞ്ഞാൽ ബ്ലേസിനെ കൂടെ അവർ പിന്നെ പഞ്ഞിക്കിടും. പക്ഷെ അത് തന്നെ സംഭവിക്കുകയും ചെയ്തത്. പിന്നെയാണ് എനിക്കൊരു കാര്യം ക്ലിയർ ആയത്. എന്റെ ഒട്ടും ഫുഡ് ഇല്ല കേട്ടോ. 2 ഷോപ്പേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് പിന്നെ ഫൈറ്റ് ചെയ്യുന്നതാണ്. തിരിച്ച് പൊക്കത്ത് പോയി ഫുഡ് എടുത്തോണ്ട് വരായിരുന്നു. ഫുഡില്ലാത്ത പണി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ഫുഡേ തീർന്നു. ഈ ഫുഡേ ഇല്ല നമ്മുടെ കയ്യിൽ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് കയറി ഏതോ ഒരു പ്ലേസ് ദൂരത്ത് തന്നെ അടിച്ച് അതുകൊണ്ട് കയറി പൊക്കത്തോട്ട് പോയതാ. അവിടെ ഒടുക്കത്തെ മോബ്. ഞാൻ ഒന്നിനും തൊട്ടില്ല. പക്ഷെ എവിടുന്നോ ഒരു വിതർ സ്കെലിട്ടൻ വന്ന് എനിക്ക് ഇന്നെ പഞ്ഞി കിട്ടത്. എന്തിനാണ് ദൈവം എത്ര മെനക്കെട്ട ദൈവം? 82 ദിവസമായിരുന്നു. ഇവന് പക്ഷെ ഒരു റിയാക്ഷനും ഇല്ല. ഞാനൊക്കെ ചത്തിട്ട് എന്തോരം സാധനം കാണിച്ചിട്ട് 82-ാം ദിവസത്തിലാണ് പുള്ളിച്ചാവണം. ഞാൻ 74 തീരുള്ളായിരുന്നു. ഇത് സ്പീഡും കായസിനകത്തും. ഇതൊരു കോമഡി പീസ് ആവത്തെ ഈ 2 സാധനങ്ങൾ. ഇവര് 2 ലൈവ് കണ്ടിട്ടോ. വലിയ 2 മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സ്റ്റാർട്ട് ടു ഫിനിഷ് കഴിച്ച ഒരു ലൈവ് ഉണ്ട്. അതിൽ ഇതേപോലെ. പക്ഷെ ഇതിന് സ്പീഡ് എത്താൻ വലിയ സീനൊന്നും ഇല്ല. പക്ഷെ എങ്ങാനും കായിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ചാവണെന്നുണ്ടെങ്കിൽ ലവ് അതിനെ കൊല്ലടാ. അപ്പൊ ഈ സ്പീഡിലൊന്നും അറിയടാ. See, gosh, on everything that was your fault. On everything, yes, you started digging. Yes or no? Yes or no? Yes or no? What did you dig? Well, what the fuck did you dig? See behind you, to your left, to your left. To your left. To your left. Skeleton death. This is സ്വാഭാവികം. ഞാൻ കുറെ കണ്ടിട്ടില്ല. That shield didn't do bro. ഇവന്റെ വോയിസ് ഫുള്ള് ഒരു കട്ട് ചെയ്യണോ? എന്താ ഫുൾ തെറിയടാ. That shield is not shielding. പിന്നെ എന്തിനാടാ ഷീൽഡ്? റോങ് ഡയറക്ഷനിൽ വിളിച്ചിട്ട്. Bro, that shield did it, bro. I'm sorry, but that shield didn't do I held this shield up and I still died, bro. Oh, bro, come back up. It was come back up. It was cold. എടാ ഇതില് സ്കോർ 15. ഇറ്റ് മീൻസ് കാണാതായി ഗെയിം തുടങ്ങേണ്ട മുന്നേ ചത്തുകള്. What is your problem? ലൈവ് കാണാത്തോടെ പോയി കണ്ടോ. ഞാൻ ഈ വീഡിയോസ് ഒക്കെ എപ്പോഴും ഇരുന്ന് കാണുന്നുണ്ട്. എത്ര ഒരു കൊല്ലൊക്കെ ആയുള്ള ആ ഗെയിം കളിച്ചു. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ പോലും ഫുൾ വെച്ച് തീർത്തിടും. എനിവേ നെക്സ്റ്റ്. ഇതൊക്കെ വേൾഡ് റെക്കോർഡ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ കിൽഡ് ആഫ്റ്റർ 5 years. 5 കൊല്ലം കളിച്ച വേൾഡാ. ഈ അവസ്ഥ വെച്ചൊക്കെ എങ്ങനെ ചാവണം കേട്ടോ. I knew it.
ഓ ആ ചെറുത് ഇതിനെ കൊണ്ട് ഭയങ്കര ശല്യടാ. ഓ വേസ്റ്റ് കോമ്പിനേഷൻ ഇതും ക്രീപ്പറും. ഓ എത്ര മോബ്സടാ പാവടാ. ഓ ബ്രദർ ശരിക്കും ഒരു 5 കൊല്ലം കളിച്ചിട്ടാ. അപ്പൊ ശരിക്കും ഇവന്റെ സ്കോറൊക്കെ 7,61,000 ചെയ്തിരുന്നപ്പോ ഞാനൊക്കെ ആ PC എന്തൊക്കെ അടിച്ച് പൊളിച്ചിട്ട് പോയാന്. എടാ എന്തൊരു അവസ്ഥ. 7,60,000 അവന്റെ സ്കോർ. 5 കൊല്ലം 4 ഷോർ കളിച്ചിട്ടുണ്ട്. That's how I die. Oh my god, I'm fucking stupid. I'm fucking stupid. അല്ലടാ അത് സ്റ്റുപ്പിഡിറ്റി അല്ല സംഭവം. കാരണം നമുക്ക് തോന്നുന്നു സില്ലിയായിട്ടൊക്കെ ഇവൻ ചത്ത്. അടാ ഇങ്ങനെ ഒരു അറിയാതെ ഒരു മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ പറ്റുക. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നില്ല പറഞ്ഞുതരാം. ഓ ദാ എൻഡ് കാണുന്നുണ്ട്. ഇതാരാ നോക്കി ഇവരെ കാണുമ്പോഴല്ല എനിക്ക് ഇവരെ കാണുമ്പോ 100 Days of Hardcore ചത്തുകടി ഇവനെ കാണുമ്പോ എനക്ക് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ മെയിൻ ശത്രുതോടെ. ഓ മൈൻക്രാഫ്റ്റിലെ എൻ്റർട്രാക്കിനതോടെ. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടവറിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിക്കണം. നമുക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ അവിടെ എൻ്റർമാൻ സീനാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒറ്റയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഏര വെച്ചിട്ട് ഇവിടുന്ന് ഓരോന്ന് പൊട്ടിക്കാം. ഇത് ഓരോന്ന് പൊട്ടിക്കാം. കാരണം ഇത് ഏതാടാ ഈ നൂബ്? ഓ ഓനൊരു എയിമും കൂടി ഇല്ല കേട്ടോ. ഓൻ്റെ തൊള്ള ഓനൊരു എയിമും കൂടി ഇല്ല. ഓന് ഇത്തിരി കാലം കളിച്ചു കളിക്കണം. എൻ്റർമാൻ പിന്നെ എന്ത് ചെയ്യും? കളി റീചാർജ് ചെയ്താൽ പിന്നെ ഫൈറ്റ് ചെയ്യും. ഓ ഫസ്റ്റത്തെ പൊട്ടി ഈ ടവറിന്റെ മുകളിലത്തെ സാധനം മൊത്തം ഫൈറ്റ് ചെയ്യാതെ. ഓ ഈ ടവറിന്റെ മേലെ നമുക്ക് ഒന്ന് കയറി വെക്കാം. ഇതിന്റെ മേലെ നമുക്ക് അങ്ങനെ പൊട്ടിക്കാം. 100 Days of Hardcore Minecraft ഈ ഊളത്തരം കാണിക്കണം. ആലോചിച്ചോ. ഓ നെക്സ്റ്റ് എടാ മണ്ട അറ്റ്ലീസ്റ്റ് ഒരു ബ്ലോക്ക് മുന്നിലിട് എന്നിട്ട് ചെയ്യാതൊക്കെ. ഇവൻ എനിക്കറിയില്ല ശരിക്കും. എനിക്കറിയില്ല. ഞാൻ ഇവന് തമ്മിൽ യാതൊരു ബന്ധമല്ല. നിങ്ങൾക്ക് വല്ല സാമ്യം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറും യാദൃശികം മാത്രം. നെക്സ്റ്റ് എന്താ പൊട്ടാത്ത എന്തിനു എയിമാടാ അത്? ആ ഇത്ര അടുത്തുള്ള സാധനം വരെ അടിച്ചു പൊട്ടിക്കാൻ വയ്യ. ഓ നെക്സ്റ്റ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ഞാനല്ലത് ഇത് ഞാനല്ല. ഇത് ഏതോ ഒരു ബോട്ടും കുട്ടിയാണ്. ഓ ഹെൽത്ത്. ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. അവിടെ എൻ്റെ ഹെൽത്ത് നോക്കടാ. ഞാൻ ഇപ്പം തീരും തോന്നുന്നു. അവിടെ ഞാൻ ഇത് പൊട്ടത്ര കാട്ടി. ഇവിടെ ഈ ബോട്ടിട്ട് നമുക്ക് അടിക്ക് ചാടാൻ പറ്റുമോ? അടാ ഇവിടെ പിന്നെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് അടിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ ഡ്രാഗൻ്റെ മാജിക് ഫയർ കണ്ടില്ല. അപ്പോൾ ഞാൻ അടിക്ക് വെച്ചാൽ നമുക്ക് ഇതുപാടെ പൊട്ടിക്കാം. നമുക്ക് പേടിയുണ്ട്. എൻ്റർമാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ തീർന്ന് പറ്റില്ല. ആദ്യം എൻ്റർമാൻ എന്തെങ്കിലും ഫയർ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇവ ഇങ്ങനെ ഫയർ ചെയ്തോ. ഓ നോക്കി നിൽക്കണം. അടാ ഒന്നെങ്കിൽ അടിയിറങ്ങ് അല്ലെങ്കിൽ ബോട്ടിട്ട് ചാട് എന്തെങ്കിലുമൊക്കെ ചെയ്യ. അല്ലെ ബക്കറ്റ് ഓഫ് വാട്ടർ യൂസ് ചെയ്യും. ഒന്നും ചെയ്യാൻ കഴിയില്ല. തീർന്ന് ഈ നാറിനെയാണ് ശരിക്കും പറയാറ്. ദേഷ്യം കടിച്ച് ബ്രോ ഒരു ഫേസ് ആടായി കിട്ടോ. യോ തെറിയൊക്കെ മാറിട്ടോ തോച്ചാല്. 100 Days of Hardcore ഇത് ഞാനല്ല. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് മൈൻക്രാഫ്റ്റ് ഹാർഡ് 8 years 8 കൊല്ലത്തെ ഹാർഡ് കോർ വേൾഡിൽ എങ്ങനെ ചാവുന്നത് നിങ്ങൾ കാണിച്ചു തരാൻ പോകണം. അവസ്ഥ നോക്കണേ. ഇന്നത്തെ ദിവസം ഒന്നെങ്കിൽ തൂങ്ങി ചത്തൊക്കെ ഒന്നത്തെ ദിവസം. ഓ നല്ല ഫാസ്റ്റ് ആണല്ലോ. ഓ പിന്നെ മൂവ്മെന്റ് കൊള്ളടാ. ഓ ഞാൻ പറഞ്ഞല്ലേ ആ ബ്ലോക്കിന്റെ രീതിയൊക്കെ 8 കൊല്ലം കളിച്ചു തരുന്ന അത്ഭുതമല്ല കേട്ടോ. പിന്നെ ഗെയിം പ്ലാൻ ഇട്ട് തോന്നുന്നുണ്ട് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ പോലെ തോന്നുന്നു. ഓ അടാ അത് കണ്ടാലേ ചില കളിക്ക് സില്ലിയായിട്ട് തോന്നിട്ടോ. അതായത് 8 കൊല്ലം കളിച്ചിട്ട് ഇപ്പോൾ ഇതാ കളിച്ചത്. അതെന്താ സംഭവം എനിക്ക് ഒരുപാട് ആയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിൽ മറ്റേ പീസൊക്കെ WASD ഇങ്ങനല്ലേ. അവിടെ നമ്മളെ W ചെറുങ്ങനെ ഈ മിഡിൽ ഫിംഗർ വെച്ച സ്ഥലത്ത് ജസ്റ്റ് നനഞ്ഞാണല്ലോ ക്യാരക്ടർ മുന്നോട്ട് നീങ്ങും. അടിക്ക് പോവും ചാവും ഒന്നും കേട്ടോ പാടാ. You summon yourself. They have creepers obviously that can sneak up on you, explode you, but like there's
അത് മനസ്സിലായി. ഓ പറഞ്ഞേ ഐ തിങ്ക് ദർ ഇസ് ക്രീപ്പേഴ്സ് ആൻഡ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ് അസ്. പറഞ്ഞ പോലെ തന്നെ പാടാ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഇത് ആരാടാ? ഇത് മനസ്സിലായോ? മൈൻക്രാഫ്റ്റ് ഓൾഡ് ഡെത്ത്. അതായത് മൈൻക്രാഫ്റ്റ് ഇറങ്ങിയത് ഏകദേശം 2011 പക്ഷെ ഇതൊരു 2014 അതിന്. എന്തൊരു ക്രിഞ്ചാണത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പത്തെ മൈൻക്രാഫ്റ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാവണ സമയത്ത് പണ്ടത്തെ മൈൻക്രാഫ്റ്റ് ക്രേസി ആണ് സംഭവം. നെക്സ്റ്റ്, യു ക്യാൻ ചീറ്റ് റിയൽ ഡെത്ത് ഇൻ മൈൻക്രാഫ്റ്റ്. ഓ ഇത് പുസിൻ ബൂട്ട്സ് ഡെത്ത് അല്ലേ? ഓ സിൽവർ ഫിഷ്. ഓ ആനിമേഷൻ നൈസ് ആയിട്ടോ. ഓ ആരടത്തൊക്കെ ഇതൊക്കെ ഏതോ മോഡാവല്ലോ. ഇതൊക്കെ കളിച്ചു നോക്കിയാലോ. നെവർ ഡിഗ് സ്ട്രേറ്റ് ഡൗൺ. ഒരിക്കലും പാടില്ലല്ലോ. മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിലൊന്നും ഒരിക്കലും സ്ട്രേറ്റ് മൈൻ ചെയ്യാൻ പാടില്ല. ഓ ഡയമണ്ട്. ഓ ഇതെന്താ അത്രയും വലുത്. ഓ പക്ഷെ അതിന് സ്കില്ല് വേണം കേട്ടോ. അങ്ങനത്തെ ഡെഡ്ലി സിറ്റുവേഷനിൽ ബാക്കി ടഫായിട്ട് ഉപയോഗിക്കാൻ സ്കില്ല് വേണം. വേറെ അല്ല വേരുമേൻ എടാ ഇവനെങ്ങനെ ബെഡ്റോക്ക് കുഴിച്ചേ? ശ്രദ്ധിച്ചോ? എടാ അയണിന്റെ പിക്കാക്സ് കൊണ്ട് എങ്ങനെയാടാ ബെഡ്റോക്ക് കുഴിക്കാൻ പറ്റണേ? നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് അയൺ പിക്കാക്സ് എന്തേ ചെയ്യണോ ബെഡ്റോക്ക്. ഞാൻ ഇതൊരു അയൺ പിക്കാക്സിന് ബെഡ്റോക്ക് വെച്ചിട്ടില്ല. ആരും ആൾക്കാരൊന്ന് കമന്റ് ചെയ്യോ ടൈം സ്റ്റാമ്പ് ചെയ്താൽ. ഇത് ഇവന്റെ 1 year old ഹാർഡ് കോർ വേൾഡാ. ഇവൻ ചാവണത് ഒരു സത്യം പറഞ്ഞ ഒരു വിയേർഡ് വേ കൂടെ. ഇവന്റെ എക്സ്പെക്ട് ഒക്കെ 431. ഇപ്പൊ ചാവണ രീതി തന്നെ കേട്ടോ. എടാ ഇങ്ങനെ ചാവണ അവസ്ഥകൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെ ചാവണ സങ്കല്പിച്ച് നോക്കണം. ഒരു കൊല്ലം കളിച്ച ഹാർഡ് കോർ വേൾഡ് ഇങ്ങനെ ചാവണ ആലോചിക്കും. വേഴ്സ്റ്റ് ഡെത്ത് ഐ എവർ സീൻ ബ്രോ. പിന്നെ പോയിന്റ് നോക്കണം. എത്ര ഒറ്റ 10, 100, 1000, 10,000, 10,000, 11 ലക്ഷത്തേക്ക് സ്കോർ തന്നെ. എക്സ്പെക്ട് 431. ഇത്രയും പ്രോ പ്ലെയർ ആയിട്ടുള്ള ഏജ് വെറും ഒരു നിരുപദ്രവകാരമായിട്ടുള്ള പശുക്കളെ കൊണ്ട് നോക്കിയാടാ നാറി നീ ചാവണടാ. ഇങ്ങനെ ചാവണ 1 year. ഇവിടെ ടൈറ്റിൽ നോക്ക്, ജീത ഡൈസ്റ്റ് കൗസ് ഇൻ 1 year ഓഫ് ഹാർഡ് കോർ വേൾഡ്. Oh my god. അല്ല ഇതെന്താ? ഹേ അവിടെ എന്റെ പ്ലേ ലിസ്റ്റിൽ ഇതെന്താ? ഇത് ഞാൻ ഡൗൺലോഡ് ആക്കാം. ഇതെന്താ? അവിടെ എന്താ ബെസ്റ്റ് ഡെത്ത് സീൻ ഇൻ ഹിസ്റ്ററിയോ? അവിടെ ഇതെങ്ങനെയാണ് എന്റെ പ്ലേ ലിസ്റ്റിൽ വന്നത്? കണ്ടന്റ് മാറി. ഇത് ജീസസാ? ഹേ എടാ ജീസസിനോടൊക്കെ എങ്ങനെയാടാ ചെയ്യട്? ബെസ്റ്റ് ഡെത്ത് ഹിസ്റ്ററി അല്ലടാ, അത് വേസ്റ്റടാ. അണ്ടി പൊട്ടിച്ചാവാന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ. പക്ഷെ ഇവരെന്താടാ ഗോഡിന്റെ ഫേസ് ഒക്കെ യൂസ് ചെയ്തിരിക്കണേ? ജീസസിന്റെ ഫേസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. അത് കണ്ടിട്ട് ജീസസിനെ പോലെ തോന്നി. ഇത് ടെക്നോബ്ലേഡ് ആണല്ലോ. ഇത് ഡ്രീമിന്റെ ചാനലാണല്ലോ. I aimed so much higher. Oh! Alright, I'm just gonna take a step. എടാ ഇവന്ത് സ്കിൽഡടാ. ഇവർക്ക് ഇത് നോർമൽ ആയിട്ട് പക്ഷെ ഇവന്തിരി സ്കിൽഡൊക്കെ. ഓ കറക്റ്റ് ആ ഗ്രീൻ സാധനമൊക്കെ തന്നെ Alright, I'm just gonna take ചാടി. a stack of arrows out of the chest and just spam easy. ഓരോ മനസ്സിലായോ? ഓരോ ജമ്പിന് സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാ. ഇനി കണ്ടോ ഈ കറക്റ്റ് ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ഇവിടെ ഒരു സംഭവം അൺലോക്ക് ആവുള്ളൂ. ഇവൻ എന്തൊരു സ്കിൽഡാടാ. ടെക്നോബിലിറ്റി സത്യം ഞാൻ റിയലി ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. That was so... No! Technoblade never dies. I hit the... എടാ സത്യം പറയാലോ ഇവ എന്തൊരു സ്കിൽഡല്ലേ. കറക്റ്റ് ആ ഹോൾഡറിൽ പോയി. സത്യം പറയാലോ ഞാൻ ടെക്നോബ്ലേഡിന്റെ പണ്ടത്തെ വീഡിയോസ് ഇപ്പം ഇരുന്ന് കാണടാ. സോ ലോങ് നേർഡ്സ് എന്ന് കണ്ടാൽ പണ്ടത്തെ വീടുന്നല്ലോ. സത്യം പറയാം സങ്കടമായി പോകും. ഞാൻ ടെക്നോബ്ലേഡിനെ മിസ് ചെയ്യുന്നടാ. ഞാൻ ടെക്നോബ്ലേഡിന്റെ പണ്ടത്തെ കണ്ടന്റെ കഴിഞ്ഞ് ഇപ്പോഴാണ് കാണും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാളെ ആള് മരിച്ചതിന് സത്യം പറയാലോ ഭയങ്കര സങ്കടം. ഓ പക്ഷെ ഇപ്പൊ എന്തൊരു സ്കിൽഡാണ് ഇപ്പൊ. എനിക്ക് തോന്നിയ ഡ്രീമിനിങ്ങാളിലും ഉപരിങ്ങാളിലൊക്കെ സ്കിൽഡായിട്ടുള്ള ഇവനാണ്. ഓ റിപ്പ് ലെജൻഡ്.
അൺഎക്സ്പെക്റ്റഡ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഡെക്ക് എക്സ്പീരിയൻസ്. സംഭവം എന്താ? ഓ എലൈറ്ററിട്ട് വർക്കണമെന്ന്. എടാ എന്താ സംഭവിക്കാൻ പോണോ ജസ്റ്റ് വെയിറ്റ്. ഓ ശിവ ചത്തിരല്ലോ. എടാ നാളെ ഇതിന്റെ ടേംസ് ഓഫ് കണ്ടീഷൻ എഴുതില്ല, ഇത് ചാവണം അങ്ങനെ വരണ്ടേ. എടാ ഇത് എലൈറ്റർ എങ്ങനെ പൊട്ടണ ചെയ്യാറുണ്ട് എനിക്ക് മനസ്സിലാവണില്ല. ഏയ് എനിവേ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയൊക്കെ തന്നെ എനിക്കറിയാം എൻ്റെ ചാനൽ റിയാക്ഷൻ വീഡിയോ ഒന്നും അങ്ങനെ എപ്പോഴും വരുന്നൊരു സംഭവമല്ല. പക്ഷെ അതാ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ എന്തൊക്കെയാണ് നെക്സ്റ്റ് കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. പിന്നെ ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ പോളും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പേഴ്സണിലെ 24 hours നോ ഫുഡ് നോ സ്ലീപ്പ് പറഞ്ഞ കണ്ടന്റ് ഞാൻ ചെയ്യും. പിന്നെ കുറേ ആൾക്കാർ മൈൻക്രാഫ്റ്റ് പറഞ്ഞ് ചത്തോണ്ടാണ് ഞാനൊരു അവസാനം റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ കാരണം അത്രയും ആൾക്കാർക്ക് മൈൻക്രാഫ്റ്റാണ് എൻ്റെ അടുത്ത് വേണ്ടത്. എനിവേ നമുക്ക് ഇനി ഡിഫറെൻറ്റ് കണ്ടന്റും ഡിഫറെൻറ്റ് കണ്ടന്റ് സ്റ്റൈലും നമുക്ക് ചെയ്ത് നോക്കണം. ഓക്കെ എനിവേ ഞാനൊരു നെക്സ്റ്റ് വീക്ക് കാണാം നമുക്ക്. ഓക്കെ നെക്സ്റ്റ് വീക്ക് അല്ല 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ കാണാം. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പഠിച്ചാൽ വേണ്ടി. എനിവേ നമുക്ക് പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.